ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, 7ാം ക്ലാസ്സിലെ IT ആണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷത്തിൻ്റെ തുടർന്ന് ഭാഗങ്ങളുമായിട്ടാണ്, കഴിഞ്ഞ വർഷത്തിലെ തുടർ ഭാഗങ്ങളാണ് ഈ വർഷവും വരുന്നത്. കഴിഞ്ഞ വർഷം എടുത്തത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ചാപ്റ്റർ 1ലേക്ക് പോവാം. ചാപ്റ്റർ 1, ലെറ്റ്സ് റൈറ്റ് എ ലെറ്റർ. എന്താണ്? ഒരു ലെറ്റർ എഴുതാം, കത്തെഴുതാം എന്നുള്ളതാണ് അല്ലേ. The letter sent by the headmaster of Anu's school inviting the PTA members for the Mother's Day celebration. What will you do if you are asked to prepare letters of these kids? You will write the letters on piece of papers, right you. But do you think it easy to write letters all the parents of your school in this way? അനുവിൻ്റെ സ്കൂളിൽ നടക്കുന്ന ഒരു മാതൃദിന ആഘോഷം അല്ലേ, മദേഴ്സ് ഡേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി PTA അംഗങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഹെഡ് മാസ്റ്റർ അയച്ചൊരു കത്താണ് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു പേപ്പറിലാണ് ലെറ്റർ തയ്യാറാക്കുന്നത് എങ്കിൽ എല്ലാ രക്ഷിതാക്കൾക്കും കൊടുക്കേണ്ട കത്തുകൾ ഇങ്ങനെ എഴുതി തയ്യാറാക്കുകയാണെങ്കിൽ അതൊരു എളുപ്പ വഴിയാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണിത്? ഇതിനൊരു വഴി, അവർക്കും പെട്ടെന്ന് തന്നെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ഒരു വഴി? ഒരു ലെറ്റർ നമ്മളിപ്പോൾ റൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ചെയ്തതിന് ശേഷം എല്ലാവർക്കും വേണ്ടി വീണ്ടും റൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്താണ് സാധാരണ ചെയ്യാറ്? വാട്ട് എൽസ് ക്യാൻ വി ഡു? പിന്നെ എന്താണ് മാർഗം? വി ക്യാൻ ടേക്ക് ഫോട്ടോ കോപ്പി ഓഫ് ദ ലെറ്റർ. നിങ്ങളോട് അവിടെ അതിൻ്റെ പോയിൻറ്റ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സജഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ സജഷൻസ് എന്തൊക്കെയാണെന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാൻ ടേക്ക് ഫോട്ടോ കോപ്പീസ് ഓഫ് ദ ലെറ്റേഴ്സ്. അപ്പോൾ എന്താണ്, നമ്മൾ ഓരോ ലെറ്ററുകളുടെ ഫോട്ടോ കോപ്പി എടുത്താൽ മതിയാവും. പിന്നെ എന്തൊക്കെയാണ് വേണ്ടി വരും എന്നുള്ളത് നിങ്ങളവിടെ നോക്കുക, എഴുതി ചേർക്കണം. ദെൻ ആക്ടിവിറ്റി 1.1, വേർഡ് പ്രൊസസ്സർ ടു പ്രിപ്പയർ ലെറ്റർ. എന്താണ്? കത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, കത്ത് എഴുതണമെന്നുണ്ടെങ്കിൽ ഏത് ഓപ്പൺ ചെയ്യണം? വേർഡ് പ്രൊസസ്സർ. വേർഡ് പ്രൊസസ്സർ ഏതാണ്? കഴിഞ്ഞ വർഷം നമ്മളൊരു വേർഡ് പ്രൊസസ്സറാണെന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേതാണ് സോഫ്റ്റ്വെയർ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? കഴിഞ്ഞ വർഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായി? ഇൻവിറ്റേഷൻ കാർഡ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ ഇൻവിറ്റേഷൻ കാർഡൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അത് ഏത് സോഫ്റ്റ്വെയറിലാണ് ചെയ്തത്? ആർക്കൊക്കെ ഓർമ്മയുണ്ട്? ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണത്. ഒരു വേർഡ് പ്രൊസസ്സർ സോഫ്റ്റ്വെയർ ആണ്. ഏതാണത്? വി ഹാവ് ബിക്കം ഫെമിലിയർ വിത്ത് ദ ടെക്സ്റ്റ് ടൈപ്പിംഗ് ആൻഡ് വേ ഓഫ് മേക്കിംഗ് ദ ടെക്സ്റ്റ് മോർ അട്രാക്റ്റീവ് യൂസിംഗ് വേർഡ്സ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. ട്രൈ ടു പ്രിപ്പയർ ലെറ്റർ ഫോർ ദ പാരൻസ് യൂസിംഗ് വേർഡ്സ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. വാട്ട് ഷുഡ് യു കൺസിഡർ വെൽ പ്രിപ്പയർ ദ ലെറ്റർ? വേർഡ് പ്രൊസസ്സർ സോഫ്റ്റ്വെയർ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തതും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേർഡ് പ്രൊസസ്സർ സോഫ്റ്റ്വെയറിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നതും അത് ആകർഷകമാക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എത്ര നന്നായിട്ട് ടൈപ്പ് ചെയ്യാം, അതിനെന്തൊക്കെ സ്റ്റൈലുകൾ നൽകാൻ പറ്റും, കളേഴ്സുകൾ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതുപയോഗിച്ച് ആ വേർഡ് പ്രൊസസ്സർ അതുപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾക്ക് ഇത് ഒരു വേർഡ് പ്രൊസസ്സറിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാലോ എന്നുള്ളതാണ്. ഒരു കത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വാട്ട് ഷുഡ് യു കൺസിഡർ വെൽ പ്രിപ്പയറിംഗ് ദ ലെറ്റർ? കത്ത് തയ്യാറാക്കുന്നതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ എന്ത് തയ്യാറാക്കണം? ഫസ്റ്റ് അതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ആലോചിച്ച് മുന്നൊരുക്കങ്ങൾ തയ്യാറാക്കി നിൽക്കണം അല്ലേ. ഇവിടെ 2 പോയിൻറ്റ്സ് കൊടുത്തിട്ട് 2 പോയിൻറ്റ്സ്. യൂസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെറെവർ റിക്വയർഡ്. എന്താണ്? ആവശ്യമുള്ള ഇടങ്ങളിൽ വലിയ അക്ഷരങ്ങൾ, ക്യാപിറ്റൽ ലെറ്റേഴ്സ്. വലിയ അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ആവശ്യമുള്ള ഇടങ്ങളിൽ വലിയ അക്ഷരങ്ങൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കണം. ദെൻ നെക്സ്റ്റ് എന്താണ്? വേർഡ് മസ്റ്റ് ഹാവ് എ സെർട്ടൻ സ്പേസ് ബിറ്റ്വീൻ ദം. എന്താണ്? വാക്കുകൾ തമ്മിൽ ഒരു നിശ്ചിത അകലം വേണം. പിന്നെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങളവിടെ ടൈപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ലെറ്റർ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിലൊരു ഫോർമാറ്റും ചെയ്തിട്ടില്ല. ഇനി നമ്മളാണ് അതിൽ ബാക്കിയുള്ള ഫോർമാറ്റ് ആവശ്യത്തിനനുസരിച്ച് സ്പേസ് നൽകണം. അതിന് പിന്നീട് എന്താണ്? ആവശ്യമുള്ള ഇടങ്ങളിലെ അക്ഷരങ്ങൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആക്കണം അല്ലേ. അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പിക്ചർ 1.1 നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഇതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്യണം. കത്ത് ടൈപ്പ് ചെയ്താലോ എന്നാണ് ചോദിക്കുന്നത്. യു ടൈപ്പ് ദ ലെറ്റേഴ്സ് ഡിഡിങ് യു. നമുക്ക്
കത്ത് ടൈപ്പ് ചെയ്യാം. പിന്നെ എന്തൊക്കെയാണ് ചോദിക്കുന്നുണ്ട്, അനുവിൻ്റെ സ്കൂളിൽ നിന്ന് തയ്യാറാക്കിയ ലെറ്ററും ഈ ലെറ്ററും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഉള്ളത് അതും കൂടെ ഇതിൽ ചേർക്കാനുണ്ട്. എന്തൊക്കെ ചെയ്യാനുണ്ടാവും? ഫോണ്ട് ഈസ് ഡിഫറെൻറ്റ്, എന്താണ് ഫോണ്ടുകൾ വ്യത്യസ്തമാണ്. പിന്നെ എന്തൊക്കെയുള്ളത്? ദ ബോർഡർ ഓൺ ദ ലെഫ്റ്റ് ആൻഡ് ദ റൈറ്റ് ആർ നോട്ട് ദ സെയിം. ഇടതും വലതും ഉള്ള അരികുകളിൽ ഒരുപോലെയല്ല അല്ലേ. നമ്മൾ രണ്ട് സൈഡും ഒരേ കറക്റ്റിന് വരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ രണ്ട് ഭാഗങ്ങളും ലെറ്റർ എഴുതിയ രണ്ട് ഭാഗങ്ങളും കറക്റ്റിനല്ല. പിന്നെ എന്തൊക്കെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 1.2 ലെറ്റേഴ്സ് ദാറ്റ് ചേഞ്ച് ദെയർ ഫോം. രൂപം മാറുന്ന അക്ഷരങ്ങൾ എങ്ങനെയാണ് നമുക്ക് ലെറ്റേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഇൻഡിക്കേറ്റർ ഗിവൺ ബിലോ ചേഞ്ച് ദ ഫോണ്ട് ഓഫ് ദ ടൈപ്പ് ടെക്സ്റ്റ്. എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ അടിസ്ഥാനമാക്കി ടൈപ്പ് ചെയ്ത കത്തിലെ അക്ഷരങ്ങൾക്ക് രൂപം മാറ്റി നോക്കിയാൽ അതുപോലെ ആവും എന്നുള്ളതാണ് പറയുന്നത്. പോയിന്റ് നമ്പർ 1, ഫസ്റ്റ് സെലക്ട് ദ ലെറ്റർ. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, എന്തൊരു ചേഞ്ച് വരുത്തണമെങ്കിലും എന്ത് മാറ്റങ്ങൾ വരുത്തണമെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം? ഏതാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ ഭാഗം നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അക്ഷരങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് സെലക്ട് ദ ലെറ്റേഴ്സ് സെലക്ട് ചെയ്യുക. സെലക്ട് ദ ഫോണ്ട്. ഉദാഹരണം URW എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണ്ടിൻ്റെ നെയിം, ഫോണ്ട് സ്റ്റൈലിൻ്റെ നെയിം അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെയുള്ള നെയിം സെലക്ട് ചെയ്യൽ നെയിം എവിടെയാണോ സെലക്ട് ചെയ്യൽ നമ്മൾ ഫോണ്ടിൻ്റെ സ്റ്റൈൽ എവിടെ ചേഞ്ച് ചെയ്യുന്നുള്ളതും ഇവിടെ പിക്ചറിൽ 1.2 കൊടുത്തിട്ടുണ്ട്. വിൻഡോ ദ ചേഞ്ച് ടു ഫോണ്ട്, അതിൽ നോക്കിയിട്ട് അതുപോലെ ചെയ്യണം. ദെൻ അടുത്ത പോയിന്റ് എന്താ പറയാൻ പോകുന്നത്? മേക്ക് ദ ലെറ്റേഴ്സ് മോർ അട്രാക്റ്റീവ് മേക്കിംഗ് യൂസ് ഓഫ് ദ ഫോണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റ് അക്ഷരരൂപങ്ങളും എന്തുണ്ട് അതിലുണ്ട്. അനുവിൻ്റെ അതേ രൂപത്തിലുള്ളത് വരാനാണ് ഈ ഫോണ്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. മറ്റുള്ള ആകർഷകമായിട്ടുള്ള മറ്റുള്ള ഫോണ്ടുകളും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്, അത് നോക്കാം എന്നുള്ളതാണ്. ഇവിടെ ഫോണ്ട് സൈസിനെ പറ്റിയിട്ട് ഫോണ്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ബോക്സിൽ പറയുന്നത്. ഹാൻഡ് റൈറ്റിംഗ് സിമിലർ ടു ദാറ്റ് ഓഫ് യുവർ ഫ്രണ്ട്സ്. ഈച്ച് വൺസ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് ദ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലെറ്റേഴ്സ് ആർ അവൈലബിൾ ഇൻ ദ വേർഡ് പ്രൊസസ്സർ. ദിസ് ആർ കോൾഡ് ഫോണ്ട്. ഗിവൺ ബിലോ ആർ ദ സെറിറ്റൻ ഫോണ്ട് ഇൻ ദ വേർഡ് പ്രൊസസ്സർ. താഴെ നൽകിയിരിക്കുന്നുണ്ട് കുറച്ച് ഫോണ്ടിൻ്റെ സ്റ്റൈലുകൾ. അപ്പോൾ നിങ്ങളുടെ കൈയക്ഷരം പോലെയാണോ ചോദിക്കും, നിങ്ങളുടെ സുഹൃത്തിൻ്റെ കൈയക്ഷരം, രണ്ടാളുടെ കൈയക്ഷരം ഒരുപോലെയാണോ എന്നാണ് ചോദിക്കുന്നത്. ഓരോരുത്തരുടെ കൈയക്ഷരം വ്യത്യസ്ത രീതിയിലാണ്. അങ്ങനെയും ചെയ്യും. വേർഡ് പ്രൊസസ്സർ വ്യത്യസ്ത രൂപങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയെ ഫോണ്ട് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഫോണ്ട് എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള അക്ഷരങ്ങൾക്കാണ് ഫോണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ താഴെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റൈലിലും ഓരോ ഫോണ്ട് നെയിംസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഫോണ്ട് നെയിം സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം മാറ്റം വരുന്നു എന്നുള്ളതും അവിടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി 1.3 അഡ്ജസ്റ്റ് ദ ബോർഡർ. അഡ്ജസ്റ്റ് ദ ബോർഡർ എന്ന് പറഞ്ഞാൽ എന്താ? അരികുകൾ ക്രമീകരിക്കൽ, സൈഡുകളൊക്കെ ക്രമീകരിക്കുക, മാർജിൻ പോലുള്ള മറ്റ് ബോർഡർ ക്രമീകരിക്കുക. The border on the left and right side of the letters must be aligned properly. To do this, കത്തിലെ ഇടതുവശത്തും വലതുവശത്തുമുള്ള അരികുകൾ ശരിയായി ക്രമീകരിക്കണം. അതുപോലെ തന്നെ ഇതിനുള്ള മാർഗം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ എന്താണ് അതിനുള്ള മാർഗം? ക്ലിക്ക് ഓൺ ദ പാരഗ്രാഫ്. ഫസ്റ്റ് എന്ത് ചെയ്യണം? പാരഗ്രാഫ് ക്ലിക്ക് ചെയ്യണം. ദെൻ ക്ലിക്ക് ഓൺ ദ ജസ്റ്റിഫൈ ടൂൾ ഇൻ ദ അലൈൻ ടൂൾ. അലൈൻ ടൂൾമെൻറ്റിൽ എത്ര തരത്തിലുള്ള അലൈൻമെൻറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിക്ചർ നോക്കുക. 1.3 അലൈൻ ടൂൾസിൽ കാണാം. സെൻട്രൽ അലൈൻമെൻറ്റ്, റൈറ്റ് അലൈൻമെൻറ്റ്, ലെഫ്റ്റ് അലൈൻമെൻറ്റ്, ജസ്റ്റിഫൈ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 4 ടൈപ്സ് ഓഫ് അലൈൻമെൻറ്റ്സ് ഉണ്ട് അല്ലേ. അതിൽ ജസ്റ്റിഫൈ അലൈൻമെൻ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ജസ്റ്റിഫൈ അലൈൻമെൻറ്റ് ഉപയോഗിക്കുന്നത് രണ്ട് ഭാഗങ്ങൾ, രണ്ട് എഴുത്തുകളുടെയും അരികുകൾ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഒരു പാരഗ്രാഫിൻ്റെ രണ്ട് സൈഡ് അരികുകൾ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ജസ്റ്റിഫൈ അലൈൻമെൻറ്റ് ഉപയോഗിക്കുന്നത്. ഹാവിങ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ദ പാരാഗ്രാഫ് ബീൻ അറേഞ്ച്ഡ് അലൈക്ക് നൗ. ഗണ്ണികളിലും ഇടതുവശ ഭാഗങ്ങളും വലതുവശ ഭാഗങ്ങളും ക്രമീകരിക്കപ്പെട്ടില്ലേ എപ്പോഴാണ്? അപ്പോൾ ഒരുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപോലെ ക്രമീകരിക്കപ്പെട്ടില്ലേ എന്നാണ് ചോദ്യം. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 1.4
വരികൾക്കിടയിലെ അകലം വ്യത്യാസപ്പെടുത്തലാണ്. അഡ്ജസ്റ്റ് ദ സ്പേസ് ബിറ്റ്വീൻ ദ ലൈൻ. അഡ്ജസ്റ്റ് ദ സ്പേസ് ബിറ്റ്വീൻ ദ ലൈൻ. ഒരു ലൈൻ കഴിഞ്ഞ് നെക്സ്റ്റ് ലൈൻ തമ്മിലുള്ള അകലം എങ്ങനെയാണ് വ്യത്യാസപ്പെടുത്തുന്നത് നോക്കാം. ഇൻ ദ ലെറ്റർ ദാറ്റ് വി പ്രിപ്പയർഡ്, ലൈൻ സ്പേസ് ഈസ് ദ ഇൻഡിക്കേറ്റർ. ലെറ്റർ വിൽ ബി മോർ അട്രാക്റ്റീവ് ഇഫ് വി അഡ്ജസ്റ്റ് ദ ലൈൻ സ്പേസിംഗ് wrong it. By following the steps given below, we can adjust the line space. എന്താണ് തയ്യാറാക്കുന്ന കത്തിലെ വരികൾ തമ്മിലുള്ള അകലം വളരെ കുറവാണ്. അപ്പോൾ നമ്മളവിടെ കൊടുത്തിട്ടുള്ള ലെറ്റർ, നമുക്ക് തയ്യാറാക്കാൻ തന്നിട്ടുള്ള ആ ലെറ്ററിൽ നല്ല ഓരോ ലൈനും വളരെ അടുത്തടുത്താണ് നിൽക്കുന്നത്. ലൈന് വളരെ കുറവാണ്. അതിന് വരികൾക്കിടയിലുള്ള അകലം കൂട്ടുന്നതിന് എന്താണ് ചെയ്യുക? പിന്നെ വരികൾക്കിടയിലുള്ള അകലം കൂട്ടിയാൽ ഒന്നുകൂടെ ഭംഗി കൂടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന ചുവടെ കൊടുത്തിരിക്കുന്ന രീതിയിൽ ചെയ്താൽ എന്ത് ചെയ്യും? ഒരു നിശ്ചിത അകലം നമുക്ക് കിട്ടും. എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ പിക്ചർ 1.4 ഒന്ന് നോക്കുക. വിൻഡോ ദ അഡ്ജസ്റ്റ് ലൈൻ സ്പേസ്. അവിടെ കാണിക്കുന്നുണ്ട്, ഒരു വിൻഡോയിൽ കാണിക്കുന്ന അഡ്ജസ്റ്റ് സ്പേസിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് ഭാഗം കാണിക്കുന്നത്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അലൈൻമെൻറ്റിൻ്റെ ഒക്കെ ആ ഭാഗത്തുള്ളതാണ്. അലൈൻമെൻറ്റ് കഴിഞ്ഞിട്ട് നമ്പേഴ്സൊക്കെ വരുമല്ലോ, ബുള്ളറ്റ്സ്, നമ്പേഴ്സ് ആൻഡ് ബുള്ളറ്റ്സ് വരുന്ന ആ ഭാഗത്തുള്ളതാണ്. അപ്പോൾ അതൊന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് എന്താ? ക്ലിക്ക് ഓൺ ദ പാരഗ്രാഫ്. എന്ത് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലിക്ക് ഓൺ ദ പാരഗ്രാഫ്. നെക്സ്റ്റ് പോയിൻറ്റ്, ക്ലിക്ക് ഓൺ ദ സ്പേസിംഗ് ടൂൾ. 1.4 spacing, 1.50 space, 1.5 space, to click on the each notice the change in the screen. ഇതിൽ കാണിക്കുന്നത് പോലെ നമുക്ക് ഏതാണ് സ്പേസ് 1.50 ഉണ്ട്, സ്പേസ് 1.5, സ്പേസ് 2, ഇത്രയും കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാ വേണ്ടത് വെച്ചാൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം. നോർമലായിട്ടുള്ളത് 1.5 ആണ്. നോർമലായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സാധാരണയായി ലൈൻ സ്പേസ് കൊടുക്കുന്നത് 1.5 ആണ്. അപ്പോൾ സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ലൈൻ സ്പേസ് 1.5 സെലക്ട് ചെയ്യാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യു ഹാവ് പ്രിപ്പയർഡ് ദ ലെറ്റർ ഹാവിൻ യു ഡോണ്ട് ഫോർഗോട്ട് ദ സേവ് ഇറ്റ്. എന്താ പറയുന്നത്? കത്ത് തയ്യാറാക്കിയല്ലോ, അപ്പോൾ ഇനി അത് സേവ് ചെയ്യാൻ എന്ത് ചെയ്യരുത്? മറക്കരുത് എന്നാണ് പറയുന്നത്. നോ വി ക്യാൻ ടേക്ക് ദ കോപ്പി ഓഫ് ദ ലെറ്റർ വിത്ത് എ പ്രിൻറ്റ് ആൻഡ് ഗിവൺ ഇൻ ടു ദ പാരൻസ്. Now we can take the copies of the letters with the printing and given it to the parents. എന്താണ് ഇനി നമുക്കിത് എന്ത് ചെയ്യാം? പ്രിൻറ്റിൻ്റെ സഹായത്തോടെ ഓരോ പകർപ്പെടുത്തിട്ട് രക്ഷിതാക്കൾക്ക്, പാരൻസിന് നൽകാൻ പറ്റും. പ്രിൻറ്റിനെ കുറിച്ചിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രിൻ്റർ ഈസ് എക്യുപ്മെൻറ്റ് ദ കോപ്പീസ് ദ ഇൻഫർമേഷൻ ഫോർ ദ കമ്പ്യൂട്ടർ ഫയൽ ടു പ്രിപ്പയർ. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിൻ്റർ ലൈക്ക് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ, ഇങ്ക്ജെറ്റ് പ്രിൻ്റർ, ലേസർ പ്രിൻ്റർ എന്നിങ്ങനെ എന്തുണ്ട്? വ്യത്യസ്ത തരത്തിലുള്ള പ്രിൻ്ററുകളുണ്ട്. കമ്പ്യൂട്ടർ ഫയലുകൾ വിവിധ പേപ്പറുകളിലേക്ക് പകർത്താൻ പറ്റും. അതിന് വേണ്ടിയുള്ള കുറച്ച് പ്രിൻ്ററുകളുടെ പേരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 1.5, പ്രിപ്പയറിങ് എ ഗ്രീറ്റിംഗ് കാർഡ്. ഇനി നെക്സ്റ്റ് നമുക്കൊരു ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കാനാണ്. ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കാനായിട്ട് ഫ്രെയിം ഉൾപ്പെടുത്തി. ഇനി എന്താണ്? അമ്മമാർക്ക് നൽകുന്ന ഈ ഗ്രീറ്റിംഗ് കാർഡ് നമ്മുടെ മാതൃഭാഷയിലായാലോ എന്നുള്ളതാണ്. അപ്പം നമ്മൾ കമ്പ്യൂട്ടറിൽ മലയാളം ടൈപ്പിംഗ് ആണ് പറയുന്നത്. അപ്പോൾ മലയാളം ടൈപ്പിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം അല്ലേ? അപ്പോൾ മലയാളം ടൈപ്പിംഗ് കൂടെ ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ചുവടെ നൽകിയിരിക്കുന്ന സൂചനകളുടെ സഹായത്തോടെയാണ് ഇനി മുതൽ എന്ത് ചെയ്യാൻ പോകുന്നത്? മലയാളം ടൈപ്പിംഗ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താ? അഡ്ജസ്റ്റ് ദ ലേഔട്ട് ഇൻ മലയാളം. കീബോർഡിൻ്റെ ലേഔട്ട് മലയാളമാക്കണം. എങ്ങനെയാണ് നമ്മൾ മലയാളമാക്കിയിരുന്നത്? എങ്ങനെയായിരുന്നു? ഏറ്റവും മുകളിൽ, ഡെസ്ക്ടോപ്പിൽ ഏറ്റവും മുകളിൽ ML എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ റെക്റ്റാങ്കിൾ ബോക്സിൽ കാണില്ലേ? റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുന്ന ആ ഭാഗത്ത് ML എന്നുള്ളതിൽ EN ആവും, അത് ML എന്നാക്കണം. മലയാളത്തിലേക്ക് നമ്മൾ മാറ്റണം. ദെൻ ടൈപ്പ് അമ്മയ്ക്ക് ആദരവോടെ എന്നും കൂടെ എഴുതണം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? എപ്പോൾ മലയാളം ടൈപ്പ് ചെയ്യണമെങ്കിലും അവിടെ മാറ്റി കൊടുക്കണം. നേരെ പിന്നെ ഇംഗ്ലീഷിലേക്ക് തന്നെ ആക്കണമെന്നുണ്ടെങ്കിലും അവിടെ പോയിട്ട് ഇംഗ്ലീഷിൽ നിന്ന് ആക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളെ ഫോണ്ട് സ്റ്റൈലിൽ അവിടെ പോയിട്ട് രചന എന്നുള്ളതാക്കി കൊടുക്കണം അല്ലേ? യൂസ് ദ ഫോണ്ട് രചന ഇൻ വിച്ച് ദ പ്രിപ്പയർ ഓഫ് ദ ഫ്രെയിം ഓഫ് ദ ലെറ്റേഴ്സ് അറേഞ്ച്ഡ്. ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് രചന എന്നുള്ള മലയാളം ലെറ്റേഴ്സ് കുറച്ചുണ്ട്, മലയാളം ഫോൺസ് കുറച്ചുണ്ട്. ആ ഫോൺസ് ആർ ഡിഫറെൻറ്റ് ഫോൺസ് ഇൻ മലയാളം, ജസ്റ്റ് എ ഇൻ ഇംഗ്ലീഷ്.
ഇവിടെയാണ് ഇംഗ്ലീഷിൽ കുറച്ച് രചന, മീര, കാർത്തിക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് മലയാള ഫോണ്ടുകളുണ്ട്. അതിൽ നിന്ന് രചന എടുത്താലാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു ഇതാക്കിയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുക. വി ബ്രിങ് ദം ടു ദ സെൻറ്റർ ഓഫ് ദ ഫ്രെയിം. എന്താണ് ഫ്രെയിമിൻ്റെ മധ്യത്തിലായിട്ട് എങ്ങനെയാണ് ക്രമീകരിക്കുക എന്നുള്ളതാണ്. ആക്ടിവിറ്റി 1.7 നോക്കിയാൽ ബാക്കി മനസ്സിലാവും. മേക്കിംഗ് ദ ഗ്രീറ്റിംഗ് കാർഡ് ദ മോർ അട്രാക്റ്റീവ്. എന്താണ് ആ ഗ്രീറ്റിംഗ് കാർഡ് നമുക്ക് കൂടുതലായിട്ടും ആകർഷകമാക്കണം. ആഫ്റ്റർ ദ സെലക്ടിങ് ദ ഫ്രെയിം വി ക്യാൻ ഗിവൺ ആൻഡ് അട്രാക്റ്റീവ് കളർ ബൈ ക്ലിക്കിംഗ് ഓൺ ദ ബാക്ക്ഗ്രൗണ്ട് കളർ ടൂൾ. എന്താണ് ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം ടൂൾ ബാറിൽ എന്ത് ചെയ്യണം, ദൃശ്യമാകുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ ടൂൾ. എന്താണ് ഫ്രെയിമിൽ സെലക്ട് ചെയ്യുക, ശേഷം ടൂൾ ബാറിൽ ദൃശ്യമാകുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ടൂൾ ഉണ്ട്. 1.8 പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. 1.8 ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ നൽകാൻ പറ്റും. 1.8 എല്ലാവരും കണ്ട് അല്ലേ? 1.8 പിക്ചറിൽ പോയി നോക്കിയാൽ അവിടെയാണ് ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നത്. ആ ബാക്ക്ഗ്രൗണ്ട് കളറിൽ എന്ത് ചെയ്യണം, നമ്മളൊരു കളർ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുക. Look at the picture in the story To My Mother in the 7th standard English course book. Notice the difference in the content size and other such a feature. എന്താണ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലുണ്ട് ടു മൈ മദർ എന്നൊരു പാഠഭാഗം. അതിൽ ഉള്ള കുറച്ച് ഭാഗം കണ്ടൻസ് ഒക്കെ ഉള്ള കുറച്ച് ഭാഗമാണ് ഇവിടെ കൊടുത്തുള്ളത്. പിന്നെ വലുപ്പം, അതിൻ്റെ സവിശേഷതകളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഒന്നെന്താണ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ്. 2 അപ്രോപ്രിയേറ്റ് വേർഡ്സ്, ഉചിതമായ വേർഡുകൾ കണ്ടെത്തണം. വി ക്യാൻ പ്രിപ്പയർ ഗ്രീറ്റിംഗ് കാർഡ് ഇൻ ദ സെയിം വേ. ഇതേ മാതൃകയിൽ ആശംസാ കാർഡുകൾ തയ്യാറാക്കി നൽകാം എന്നുള്ളതാണ്. വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ഫ്രെയിം ഇൻ ദ വേർഡ് പ്രൊസസ്സർ ടു പ്രിപ്പയർ കാർഡ്സ്. From the given indicator, find out that we can include a frame. Picture 1.3 കാണിച്ചിട്ടുണ്ട്. അതെങ്ങനെയൊക്കെ എവിടെ നിന്നാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. 1.3 അല്ല 1.6. അപ്പോൾ താഴെ കാണിച്ചുള്ള മെനു ബാർ, നമ്മൾ ഏറ്റവും മുകളിൽ കാണുമ്പോൾ ഇതാണ് മെനു ബാർ. ഫയൽ എഡിറ്റ് വ്യൂ എന്ന് പറഞ്ഞത് മെനു ബാറാണ്. അത് എല്ലാ പ്രാവശ്യം പറയുന്നതാണ് അല്ലേ? അതിൽ മെനു ബാർ ഇൻസേർട്ട് മെനുവിൽ നിന്ന് ഫ്രെയിം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തൊട്ട് താഴെയുള്ള അതേപോലെയുള്ള ഒരു ഫ്രെയിമിൻ്റെ ബോക്സ് വരും. അതിൽ വിടുത്തും ഹൈറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. മേക്കിംഗ് യൂസ് ഓഫ് ദ ഇൻഡിക്കേറ്റർ ഗിവൺ അബവ് ഇൻക്ലൂഡിംഗ് എ ഫ്രെയിം ഇൻ ദ വേർഡ് പ്രൊസസ്സർ ഓഫ് 12 cm വിഡ്ത്ത് ആൻഡ് 10 cm ഹൈറ്റ്. 12 സെൻറ്റിമീറ്റർ എന്ത് വേണം, വീതിയും 10 സെൻറ്റിമീറ്റർ ഉയരമുള്ളൊരു ഫ്രെയിമാണ് വേർഡ് പ്രൊസസ്സറിൽ ഉൾപ്പെടുത്തേണ്ടത്. അത് നമുക്ക് ഉൾപ്പെടുത്തുള്ളൂ. അപ്പോൾ അത് നമ്മളിവിടെ മുകളിൽ കൊടുക്കുക. അതിന് ശേഷം ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 1.6 ഗ്രീറ്റിംഗ് കാർഡ് ഇൻ ന്യൂ ഫോംസ്. ഗ്രീറ്റിംഗ് കാർഡ് പുതിയൊരു രൂപത്തിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. നൗ വി ഹാവ് ഇൻക്ലൂഡ് ഇൻ ദ ഫ്രെയിം ദ പ്രിപ്പയർ ദ ഗ്രീറ്റിംഗ് കാർഡ്. ഹൗ അബൌട്ട് ദ പ്രിപ്പയറിംഗ് ദ ഗ്രീറ്റിംഗ് കാർഡ് ഇൻ മലയാളം? We are already familiar with the Malayalam typewriter, aren't we? Prepare a greeting card making use of the indicator. Why don't we prepare greeting card to give to the mothers who have come the participate in the Mother's Day celebration? നമ്മളിപ്പോൾ മദേഴ്സ് ഡേക്ക് ക്ഷണിച്ചിട്ടുള്ള പാരൻസിന് നമുക്കൊരു ആശംസ കാർഡ്, അതേപോലെ ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കിയാലോ എന്നാണ് ചോദ്യം. വി ഹാവ് ഓൾറെഡി ക്രിയേറ്റഡ് എ ഗ്രീറ്റിംഗ് കാർഡ് യൂസിങ് വേർഡ് പ്രൊസസ്സർ ഹാവിൻ വി. എന്താണ് നമ്മൾ ഇതിൻ്റെ മുന്നേ വേർഡ് പ്രൊസസ്സർ ഉപയോഗിച്ചിട്ട് മുൻ ക്ലാസ്സുകളിൽ ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. പിന്നെ വി പ്രിപ്പയർഡ് ഗ്രീറ്റിംഗ് കാർഡ് യൂസിങ് ദ എൻറ്റയർ പേജ്. ഡോണ്ട് വി prepare greeting card using the entire page, didn't we? What should we do if we don't need the large size card? എന്താണ് പറയുന്നത്, നമുക്ക് ഒരു പേജ് മുഴുവനായിട്ടും ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട എന്നുള്ളതും അത്രയും വലുപ്പമുള്ള കാർഡ് ആവശ്യമില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് ഇവിടെ പറയുന്നത്. ഗ്രീറ്റിംഗ് കാർഡ് മോർ അട്രാക്റ്റീവ്, കൂടുതലായിട്ട് അട്രാക്റ്റീവ് ആക്കണം നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിന് കളർ കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ടിന് കളർ കൊടുക്കണമെങ്കിൽ ലെറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക പിക്ചർ. അതേപോലെ പിക്ചറൊക്കെ ഇൻക്ലൂഡ് ചെയ്യാണ്ട് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടൂൾ ബോക്സിൽ പോയിട്ട്
After selecting the frame, we can give you an attractive color by clicking on the background color tool. ബാക്ക്ഗ്രൗണ്ട് കളർ ടൂൾ ഉണ്ട് അവിടെ. പിക്ചർ 1.8 കൊടുത്തിട്ട് അതിൽ പോയിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിന് കളർ കൊടുക്കാം. ആദ്യം ഫ്രെയിം സെലക്ട് ചെയ്യണം, അത് മറക്കരുത്. ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം അനുയോജ്യമായ കളർ സെലക്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുക പിക്ചറാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ബ്രിങ് ടു കൾസർ ഇൻസൈഡ് ദ ഫ്രെയിം. കൾസർ ഫ്രെയിമിന് സെലക്ട് ചെയ്യണം. ക്ലിക്ക് ഓൺ ദ ഇമേജ് ടൂളിൽ പോകണം. ഇവിടെ തന്നെ 1.9 പിക്ചർ 1.9 കൊടുത്തിട്ടുണ്ട്, ഇമേജ് ടൂൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ആണെങ്കിൽ ഇൻസേർട്ടിൽ ഇമേജ് മെനു ഉണ്ടാവും, ഇമേജ് ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് അനുയോജ്യമായ പിക്ചർ നമുക്ക് ഡ്രാഗ് ചെയ്യാം. പിന്നെ അതിൻ്റെ അഡ്ജസ്റ്റ് ദ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദ ഇമേജിൻ്റെ ഹൈറ്റും വിഡ്ത്തും എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. അതിൽ കൊടുത്തിട്ടുള്ള റെക്റ്റാങ്കിളുള്ള ആ ചെറിയ ഡോട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്താവും, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ടേക്ക് മെനി കോപ്പീസ് ഫോർ ദ കാർഡ്സ് റിക്വയർഡ് യൂസിങ് ദ പ്രിൻ്റർ ഉപയോഗിച്ചിട്ട് ഇതിനെ കൂടുതലായിട്ടുള്ള പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് വന്ന ആൾക്കാർക്ക് മദേഴ്സ് ഡേക്ക് എത്തിയിട്ടുള്ളവർക്ക് നമുക്ക് കൊടുക്കാം. ടു അഡ്ജസ്റ്റ് ദ സൈസ് ഓഫ് ദ പിക്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ഭാഗം ഇവിടെ പറയുന്നത്. ആൻഡ് ദ ഡ്രാഗ് ഓൺ ദ സ്മോൾ സ്ക്വയർ ദാറ്റ് അപ്പിയർ ഓൺ ദ സൈഡ്സ് ഓഫ് ദ അഡ്ജസ്റ്റ് ദ ലെങ്ത് ആൻഡ് വിഡ്ത്ത്. പിന്നെ ചെറിയ റെക്റ്റാങ്കിൾ സൈസിലുള്ള ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് അസൈൻമെൻറ്റുകളും ആക്ടിവിറ്റീസും കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ച് നോക്കുക. കൂടുതലായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യേണ്ട ആക്ടിവിറ്റീസാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് IT-ക്ക് പ്രത്യേകമായിട്ടൊരു ചെറിയ നോട്ട്ബുക്ക് മാറ്റി വെക്കുക. അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് എഴുതുക. ദെൻ നെക്സ്റ്റ് മദേഴ്സ് ഡേക്ക് വേണ്ടിയിട്ട് ഇതിൽ പറഞ്ഞ എല്ലാ മാറ്റങ്ങളും വരുത്തി കറക്റ്റിന് രണ്ട് സൈഡൊക്കെ കറക്റ്റാക്കിയിട്ട് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ആദ്യം ഒന്ന് തയ്യാറാക്കണം, പിന്നെ ഒരു ലെറ്ററും കൂടെ തയ്യാറാക്കുക. രണ്ടും ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, സെൻഡ് ചെയ്യണം. സെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പേര്, ക്ലാസ്, ഡിവിഷനും പ്രത്യേകമായിട്ട് എഴുതണം. പിന്നെ എന്ത് ഡൗട്ട് ഇതിലുണ്ടെങ്കിലും ചോദിക്കുക, പേഴ്സണലായിട്ടോ ഗ്രൂപ്പിലായിട്ടോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് ചാപ്റ്റർ അടുത്ത ക്ലാസ്സിലെടുക്കാം കേട്ടോ. ഒരു കാര്യം വിട്ടുപോയി പറയാനായിട്ട്, അപ്പോൾ ഇതിൽ നിന്നും 10 ക്വസ്റ്റ്യനും ആൻസറും തയ്യാറാക്കണം. അതുപോലെ തന്നിട്ടുള്ള വർക്ക് ലെറ്റർ എഴുതാനും ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കാനും അതും ഈ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കണം, ഒരേപോലെ കാണരുത്.